നീതി തേടിയെന്ന ഈ നടരാജ് ഷോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും ഇന്നൊരു വിഷയം കൂടി ഈ വീഡിയോയിലൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ MLA ആയ രാഹുൽ മാങ്കൂട്ടം, അദ്ദേഹത്തിനെ കുറിച്ച് രണ്ട് വാക്ക് പറയണമെന്നുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എനിക്ക് കിട്ടിയതിൻ്റെ പേരിലാണ് ഞാനിത് പറയുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാവരും എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ വലിച്ചു നീട്ടി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അദ്ദേഹം ഒരു കഴിവുള്ള ചെറുപ്പക്കാരനാണ്, രാഷ്ട്രീയത്തിൽ വളരെ ഭാവിയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പൊതു സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഭാവിയുടെ ഒരു വാഗ്ദാനമാണ്. പക്ഷേ അദ്ദേഹം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്. അല്ലെങ്കിൽ അദ്ദേഹം അതിനേക്കാൾ വലിയ പദവിയൊക്കെ അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം നമ്മളുടെ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന ഒരു MLA കൂടിയാണ്. അപ്പോൾ ഞാനെന്താ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം നിരവധി സമരങ്ങൾ ചെയ്ത് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള പോലെ ഇന്ന് കോൺഗ്രസിൽ എത്ര പേര് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എല്ലാവരെക്കുറിച്ചും അങ്ങനെ ജയിൽവാസം അനുഭവിച്ച ഇന്നത്തെ നമ്മളുടെ മുഖ്യ രംഗത്ത് നിൽക്കുന്ന നേതാക്കന്മാരെക്കുറിച്ച്, കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാരെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ അറിഞ്ഞോളം വെച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഒക്കെ പല പ്രാവശ്യം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളും പരാതികളും അതെന്തു തന്നെയായാലും അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെ എല്ലാ കോടതികളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കേസിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു ആരോപണം വന്നപ്പോൾ, സ്വാഭാവികമായിട്ടും ആ ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപ്രകാരം ഒരു നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തിന് പറയുവാനുള്ളത് കേൾക്കുവാനുള്ള ഒരു സന്മനസ് യൂത്ത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് നേതാക്കന്മാരോ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് കടന്നില്ലെന്നുള്ളത് വാസ്തവമാണ്. ഏതൊരു ആളെയും വധശിക്ഷയ്ക്ക് വിധിച്ചു കഴിഞ്ഞ് കൊല്ലുവാൻ തീരുമാനിക്കുമ്പോൾ അവസാനമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിക്കുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ ആ ആരോപണത്തിൽ ആരോപിക്കപ്പെടുന്ന ആളിൻ്റെ അഭിപ്രായം കൂടി കേൾക്കുവാനുള്ള ഒരു സാവകാശം മാങ്കൂട്ടത്തിന് കോൺഗ്രസ് കൊടുത്തില്ല. അത് വളരെ കഷ്ടമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. അപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ ആരുമല്ല. പക്ഷെ അദ്ദേഹം ഒരു പ്രമുഖ ചാനലിൽ നടത്തിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്: എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാൻ സാധിക്കും, എൻ്റെ മനസ്സിലുള്ള കോൺഗ്രസ്സുകാരനെ പുറത്താക്കുവാൻ അത് അയാൾ തന്നെ തീരുമാനിക്കണമെന്ന് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്കൊരു വിഷമമുണ്ട്, അത് അയാൾ തുറന്നു പറയുന്നുണ്ട്. എന്നെ കേട്ടില്ല, എന്നെ കേൾക്കുവാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ജാമ്യമൊക്കെ കിട്ടി നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലേക്ക് തിരിച്ച് എടുത്ത് അദ്ദേഹത്തിൽ നിന്ന് ഒഴിവാക്കിയ അധികാര സ്ഥാനം തിരിച്ചേൽപ്പിക്കുവാൻ കോൺഗ്രസ്സുകാർക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സാധിക്കുന്നില്ലെന്ന് പൊതുസമൂഹത്തിനോട് നിങ്ങൾ പറയണം. ഇനി രണ്ടാമത്, ഈ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ ആ പദവിയിൽ നിന്ന് മാറ്റി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സുഹൃത്തുക്കളായിട്ടുള്ള സഹപ്രവർത്തകരായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ, ഫിറോസ് ഉൾപ്പെടെ, അബി വർഗി ഉൾപ്പെടെ അങ്ങനെയുള്ള ഒരു സംഘം ചെറുപ്പക്കാരെ എന്തുകൊണ്ട് ശക്തമായിട്ട് ഒരു തെളിവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, ആ അധികാര സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കാതെ ഞങ്ങൾ പാർട്ടിയിൽ നിൽക്കുന്നില്ല എന്ന് പറയുവാൻ ചങ്കൂറ്റം കാണിച്ചില്ല? എന്തുകൊണ്ട് കാണിച്ചില്ല യൂത്ത് കോൺഗ്രസ്സുകാര്? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിനോട് സ്നേഹവും ബഹുമാനവും രാഹുൽ മാങ്കൂട്ടത്തിനോട് അല്പമെങ്കിലും ഒരു സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനും ആ അധികാര സ്ഥാനത്തേക്ക് കയറി ഇരിക്കുകയില്ലായിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പദവിയും അധികാരവും മാത്രമാണെന്ന് ഈ പൊതുസമൂഹം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കൂട്ടത്തിൽ നിൽക്കുന്ന സഹപാഠിയെ യാതൊരു തെളിവുമില്ലാതെ യാതൊരു കാരണവുമില്ലാതെ വെറും ആരോപണത്തിന്റെ മാത്രം ബലത്തിൽ പാർട്ടിയിൽ നിന്നൊന്ന് പുറത്താക്കുക, നിലപാടിന്റെ രാജകുമാരൻ, നിലപാടിന്റെ എന്താ പറയുക എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തിന്റെ നിലപാടാണ് സാറേ? എന്തിന്റെ നിലപാടാണ്? 10 വർഷക്കാലം പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ട് ഇക്കണ്ട പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും അധിക്ഷേപിച്ചും ആരോപിച്ചും ആരോപണങ്ങൾ ഉന്നയിച്ചും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതല്ലാതെ, ഒരുപാട് കടലാസുകൾ നിങ്ങൾ പൊക്കിക്കാണിച്ചതല്ലാതെ, ഒരുപാട് കിംവദന്തികൾ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചതല്ലാതെ, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് അതരവ വ്യായാമം നടത്തിയതല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രോമം പൊട്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിലെ ഏതെങ്കിലും ഒരു കേസിൽ അദ്ദേഹത്തിനെ ഒന്ന് ചോദ്യം ചെയ്യിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് പരാജയം. ജനത്തിന് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടതും ജനത്തിനെ സംരക്ഷിക്കേണ്ടതും പ്രതിപക്ഷത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. പ്രതിപക്ഷം അത് ചെയ്തിട്ടില്ല ഇതുവരെ. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അധികാരത്തിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യുവാനാണ്? കോൺഗ്രസ് നശിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും. കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാനും. പക്ഷേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഈ കാലുമാറ്റം, പാരപ്പണി, പാരവെക്കല്, പിക്കാസ് വെക്കല്, നിങ്ങൾ പരദൂഷണം പറച്ചില്ലേ, പെണ്ണുങ്ങളുടെ വാക്കുകൾ കേട്ട് എന്ത് തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്നവര്, നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താണ് ഏതാണെന്നുള്ളതെല്ലാം ഇവിടുത്തെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്തിനാണ്? ഭരിക്കുന്നവരുടെ ഭരണത്തിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് ഗാന്ധിയൻ മാർഗത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തുവാൻ ശ്രമിക്കണം. തിരുത്തിയില്ലെങ്കിൽ ഗാന്ധിയൻ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യണം. ഗാന്ധിയൻ മാർഗത്തിൽ സമരം ചെയ്ത് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി ജനങ്ങൾക്ക് നീതി മേടിച്ചു കൊടുക്കുവാൻ, ഭരിക്കുന്നവർക്ക് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് പ്രതിപക്ഷമാണ്? നിങ്ങൾ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ ആ സ്ഥാനത്തേക്ക് തിരിച്ചേൽപ്പിച്ച്, ആ സ്ഥാനം അദ്ദേഹത്തിന് തിരിച്ചേൽപ്പിച്ച് നിങ്ങൾ പാലക്കാട് അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുവാൻ തയ്യാറുണ്ടോ എന്ന് പറയണം. ഉണ്ടോ? ഇവിടുത്തെ ജനങ്ങൾ ഇത് കണ്ടും കേട്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാട്ടിക്കൂട്ടുന്നതെല്ലാം അങ്ങോട്ട് ഞങ്ങൾക്ക് അംഗീകരിച്ചു തരുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരു കാരണമുണ്ടെങ്കിൽ ആ കാരണത്തിന് അത് ചോദിച്ച് മനസ്സിലാക്കണം. ഒരു വീട്ടിലൊരു അച്ഛനും അമ്മയ്ക്കും 5 മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വിളിച്ചിരുത്തി ആ അച്ഛനും അമ്മയും കൂടി ചോദിക്കണം രഹസ്യമായിട്ട്, മകളെ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കില്ലേ? അപ്പനെ പോലെയാണെന്ന് കരുതുന്ന മകളും മകളെ പോലെയാണെന്ന് കരുതുന്ന അപ്പനും എന്താണ് കാട്ടിക്കൂട്ടുന്നത്? എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ചില പരദൂഷണങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ അപ്പൊ തന്നെ അങ്ങോട്ട് പാർട്ടിയിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് അങ്ങോട്ട് തള്ളിക്കളയുക. അപ്പോ ഒരാൾ പറയുന്നത് അയാൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല, അയാൾ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് വേറൊരു നേതാവ് പറയുന്നു. ഇതുപോലെ എല്ലാ നേതാക്കന്മാരും എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലേ? അദ്ദേഹം ഇത്രയും വർഷങ്ങൾ ജയിലിൽ കിടന്നതും പാർട്ടിക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ചതും അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ചിട്ടുള്ള മാനസിക പീഡനങ്ങള്, ബുദ്ധിമുട്ടുകള്, ആ ജയിൽവാസം, ഇതിനൊക്കെ നിങ്ങൾ ഒരു ദിവസമെങ്കിലും 1 മണിക്കൂർ നിങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് കിടന്നിട്ടുണ്ടോ? അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പുതിയ യുവതലമുറകള്, അപ്പൊ പുതിയ യുവതലമുറയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുത്തനും ശക്തമായിട്ട് മുഖത്ത് നോക്കി പ്രതിപക്ഷ നേതാവിനോട് പറ്റത്തില്ല, കോടതിയുടെ തീരുമാനം വരുന്നതുവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പറ്റത്തില്ലെന്ന് പറയുവാൻ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ MP സാധിച്ചോ? ചങ്കാണെന്നല്ലേ പറയണേ. അബിൻ വർക്കിക്ക് സാധിച്ചോ? ചങ്കാണെന്നല്ലേ പറയണേ. ഫിറോസിന് സാധിച്ചോ? ചങ്കാണെന്നല്ലേ പറയണേ. ചാണ്ടി ഉമ്മന് സാധിച്ചോ? ചങ്കാണെന്നല്ലേ പറയണത്. അല്ലേ? രാഹുൽ മാങ്കൂട്ടം വലിയ ചങ്കാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. അല്ലേ? നിസ്സാര സമയത്തിനുള്ളിൽ അദ്ദേഹം പാലക്കാട് ചെയ്തിട്ടുള്ള വികസനങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഏറെക്കുറെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. നമ്മളിവിടെ കോൺഗ്രസ് നശിച്ചു പോകാൻ പാടില്ല,
CPM നശിച്ചു പോകാൻ പാടില്ല, BJP നശിച്ചു പോകാൻ പാടില്ല. ഇതെല്ലാം ഇവിടെ നിലനിൽക്കണം. അതിലുള്ള എല്ലാ നല്ല നേതാക്കന്മാരും നമുക്ക് വേണ്ടപ്പെട്ട മുതൽക്കൂട്ടാണ്. ആ കഴിവുള്ളവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. എന്താണ് ജനാധിപത്യം? എന്താണ് മതേതരത്വം? എന്താണ് സോഷ്യലിസം? നേതാക്കന്മാരെ, ഇത് പാലിക്കപ്പെടേണ്ടേ? നിങ്ങൾ പരദൂഷണവും ചതിയും വഞ്ചനയും ഇങ്ങനെ കൊണ്ടുവന്ന എത്ര കാലം കൊണ്ടുനടക്കാം? നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്ത് നിങ്ങൾ എത്ര കാലം ജനങ്ങളുടെ വയറ് നടക്കാം? ജനങ്ങളെ പറഞ്ഞ് പിന്തിരിപ്പിക്കാം. ജാതിയും മതവും വിഷം കുത്തിവെച്ച് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ഇവിടെ സമാധാനം നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിനാണോ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് നൽകി അധികാരം നൽകിയിരിക്കുന്നത്? ആണോ? ഈ കണ്ട സുഖ സൗകര്യങ്ങളെല്ലാം ജനങ്ങൾ തരുന്നത് എന്തിനു വേണ്ടിയാ? പെണ്ണു വിഷയമില്ലാത്ത എത്ര നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്? എത്ര നേതാക്കന്മാരുണ്ട്? ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല കേട്ടോ, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാ പാർട്ടിയിലും ഈ വിഷയമുള്ളവരുണ്ട്. അവർക്കൊക്കെ ശാസനകളും വാണിങ്ങും ഒക്കെ കൊടുത്ത് അവരെ ബോധവൽക്കരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അതാത് പാർട്ടിക്കാര് ശ്രമിക്കേണ്ടത്. അല്ലാതെ കഴിവും പ്രാപ്തിയും ഉള്ളവനെ നശിപ്പിച്ച് ഉന്മൂലനം ചെയ്ത് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം അല്ലെ? ഇതിനു വേണ്ടിയല്ലേ ചാകാൻ കുടിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്നവന് മുഖ്യമന്ത്രിയാകണം. കുപ്പായി കഴിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ കൂടിയ അണ്ടർവെയർ അല്ലേ? അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക. എന്താ ബോധവൽക്കരണം? കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകനെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളാണോ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അധികാരമില്ലെന്നാ പറയണത് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അധികാരം കിട്ടിയാലും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇന്നതൊക്കെയാണെന്ന് ജനങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ പരിപാടികളൊക്കെ നിങ്ങൾ മാറ്റണം. എന്നിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്നിട്ട് നിങ്ങൾ എന്ത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ജനങ്ങളുമായിട്ട് നിങ്ങൾ ആശയവിനിമയം നടത്തണം. ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. നല്ല കുപ്പായത്തിൽ പൊടിപറ്റും, കുപ്പായത്തിൽ ഇച്ചിരി ചെറുപറ്റും അല്ലെ? ഇത് കണക്കാക്കിക്കൊണ്ട് നിങ്ങളിങ്ങനെ കയ്യിൽ ഗ്ലൗസ് ഇട്ട് നിങ്ങൾ നല്ല അലക്കി തേച്ച് വടി പോലത്തെ ഉപ്പായ ഇട്ട് നടന്ന് നിങ്ങൾ കാലം ജനങ്ങൾക്ക് ഈ പറഞ്ഞു വയർ നിറച്ച് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് കാലം കഴിക്കാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ജനങ്ങൾ മണ്ടന്മാരൊന്നുമല്ല. ഇപ്പൊ ജനങ്ങളുടെ കയ്യിലെല്ലാം ഈ ഫോണുണ്ട്. അവരെല്ലാം ഇത് കണ്ടും കേട്ടും കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? ജനങ്ങൾ തീരുമാനിക്കും. ഇവിടുത്തെ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് ആർക്ക് വോട്ട് ചെയ്യണമെന്നും ജനങ്ങൾ തീരുമാനിക്കും. ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതകളും ഒക്കെ അത് ജനങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട കോൺഗ്രസുകാരോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ ജനങ്ങൾ വോട്ട് നൽകിയത്? അല്ലെ നിങ്ങൾ ചെയ്ത കഠിനമായ പ്രവർത്തനത്തിന്റെ ഫലമാണോ ജനങ്ങൾ വോട്ട് നൽകിയത്? അല്ല സുഹൃത്തെ, ജനങ്ങൾ വോട്ട് നൽകിയത് എന്തിനാണെന്നറിയാവോ? ജനങ്ങളുടെ മുൻപിൽ വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അവരനുഭവിച്ചിട്ടുള്ള കഷ്ടതയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് വോട്ട് നൽകിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങളോടൊന്നും പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടല്ല. ഇനി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ്. ജനങ്ങൾ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്നും ഏത് ചെയ്യണമെന്നും. ജനങ്ങൾക്കറിയാം. നിങ്ങൾ എത്ര വീട് കയറി നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കിയാലും, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കാട്ടിക്കൂട്ടിയാലും, എത്ര ചെണ്ടമേളം നടത്തിയാലും പമ്പമേളം നടത്തിയാലും തോളത്തെടുത്ത് വെച്ച് തുള്ളിയാലും ജനം തീരുമാനിക്കും ആരെ ഇനി അധികാരത്തിൽ ഏറ്റണമെന്ന് ജനം തീരുമാനിക്കും. അത് ജനത്തിന്റെ ഈ കാലം അത്രയും ജനങ്ങൾ അനുഭവിച്ച ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും ജനങ്ങൾ ഒരു പുതിയ സർക്കാരിനെ ഉണ്ടാക്കുന്നത്. അത് കാത്തിരുന്ന് കാണാം നമുക്ക് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരെ, നിങ്ങൾക്ക് അല്പമെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ, ആ സഹോദരനോട് സ്നേഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ ആത്മസുഹൃത്താണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട്, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനോട് പറയണം അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് എടുക്കാൻ. ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ അധികാര സ്ഥാനത്ത് നിന്ന് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ എന്ത് അധികാരമുള്ളത്? VD സതീശന് അതിനുള്ള അധികാരമുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ അധികാര സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെ നിയമപ്രകാരം അധികാരമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അധികാരമുണ്ടോ? അങ്ങനെ അധികാരമുണ്ടെങ്കിൽ ആ യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള ഈ യുവ ജനത നേതാക്കന്മാരെ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാൻ പറ്റില്ല? കോടതി വിധി വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ എന്നല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ സർക്കാരും പറയുന്നത്.
അതുവരെ കോടതി വിധി വരട്ടെ, കോടതി തീരുമാനിക്കട്ടെ. അതുവരെ അദ്ദേഹത്തിനെ പുറത്താക്കാൻ പറ്റില്ലെന്ന് എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള എന്റെ സഹോദരന്മാർ പറഞ്ഞില്ല സതീശനോട്? ഇതാണ് ചോദ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും തലക്ക് വെളിവുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കള്ളത്തരം, ഈ അച്ഛൻ ആരാണെന്ന് ചോദിക്കുമ്പോ അമ്മ ആരാണെന്ന് ചോദിക്കും, അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ അച്ഛൻ ആരാണെന്ന് ചോദിക്കും, പിന്നെ നിങ്ങൾ മക്കളാരാണെന്ന് ചോദിക്കുമ്പോൾ മരുമക്കളാരാണെന്ന് ചോദിക്കും. ഈ കാരണവന്മാർ പണ്ട് പറഞ്ഞ് ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്. അപ്പൻ അമ്മയ്ക്കിട്ട് നോക്കുമ്പോ അമ്മ മുടലക്കിട്ട് നോക്കണമെന്ന് ഒരു കഥ എൻ്റെ അമ്മമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൻ അമ്മക്കിട്ട് നോക്കുമ്പോൾ അമ്മ മുടലക്കിട്ട് നോക്കുക, കാരണം മക്കൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. മനസ്സിലായോ? ഈ പണി നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുക. ആ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ അധികാരം തിരിച്ചേൽപ്പിച്ച് ആ പാലക്കാട് നിർത്തി മത്സരിപ്പിക്കുക. ഇതാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ചെയ്യേണ്ട കാര്യം കേട്ടോ. ഇപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ബാക്കി ഞാൻ അടുത്ത ഷോയിൽ ഞാൻ പറയാം. നന്ദി, നമസ്കാരം.